നിങ്ങൾക്ക് മൈഗ്രെയിൻ ഉണ്ടോ മക്കളെ? ഇല്ലാത്തവര് ഒക്കെ ഭാഗ്യവന്മാര്. ഉള്ളവര് ഉള്ളവർക്കറിയാം എന്നെ സങ്കടം കേട്ടോ. ഈ ചിലര് പറയുന്ന കേൾക്കുമ്പോണ്ടല്ലോ, ഈ കാല് തൊട്ട് തലവരെ ഒരു തരിപ്പ് കയറി വരാനുണ്ട്. ഇതൊരു തലവേദനയല്ലേ? ആ തലവേദന നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ കുരിപ്പുകളെ? എന്റെ ദൈവമേ, തലേന്ന് തച്ച് പൊളിച്ചാലോ എന്ന് വരെ തോന്നും. അമ്മാതിരി വേദനയായിരിക്കും. ഇത് വന്നിട്ടില്ലാത്ത ഒരു കാര്യം അത്രയ്ക്ക് ഭാഗ്യമുള്ള ഒരാൾ ആണെന്ന് ഞാൻ പറയുള്ളൂ. ഇത് ഡെയിലി എപ്പോഴെങ്കിലും ഒന്നോ രണ്ടോ ദിവസം വിട്ടുപോയാലേ ഉള്ളൂ. ഒരു സീസൺ ആകുമ്പോൾ പ്രത്യേകിച്ച് ഈ ചൂടും വെയിലും എല്ലാം കൂടെ ആകുമ്പോൾ ഇവർ നമ്മളെ പിന്തുടർന്ന് പിടിച്ചോളൂ. ഇതിന്റെ കൂടെ വരുന്ന കുറച്ച് പേരുണ്ട്, ഈ ഛർദി. ഈ ഛർദി കഴിഞ്ഞാൽ കുറച്ചൊരു മൈഗ്രൈന് ചെറുതായിട്ട് വേദന എന്ന് പറയും. പിന്നെന്താ, ദേഷ്യം, വാശി, ഇതൊക്കെ ഇതിന്റെ കൂടെ. എല്ലാരെയും കാര്യം എനിക്കറിയില്ല, എനിക്ക് വരുന്നൊരു സാധനമാണ് ഈ മൈഗ്രെയിൻ വരുമ്പോൾ. ഈ കൂടുതൽ എപ്പോഴാണെന്നറിയാവോ ഇതിന്റെ ഇത് വരിക? എങ്ങനെയെങ്കിലും മിണ്ടാതെ പിടിച്ച് എവിടെയെങ്കിലും കിടന്ന് എങ്ങനെയെങ്കിലും ഉറങ്ങിക്കളയാന്ന് വിചാരിക്കുന്ന ഒരു സമയമുണ്ടാവും. അപ്പോൾ ഉണ്ട് ഓരോരുത്തർ വന്നിട്ട് ഇത് ചെയ്തു നോക്ക്, അത് ചെയ്തു നോക്ക്, അങ്ങനെ ചെയ്താൽ മാറും, ഇങ്ങനെ ചെയ്താൽ മാറും. ഇതെല്ലാം പരീക്ഷിച്ചിട്ട് ഒരു 10-12 വർഷമായിട്ട് ഇതിന്റെ പുറകെ നടക്കുന്ന ആൾക്കാരാണ് നമ്മള്. നമ്മക്കറിയാം ഇത് എന്ത് ചെയ്താലും മാറത്തില്ല. ആകെ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ പെയിൻ കില്ലർ എടുക്കുക എന്നുള്ളതാണ്. അതിനൊരു പരിധിയുണ്ട്. അത് തിന്ന് 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 കിഡ്നിയൊക്കെ അവിടെ ഉണ്ടോ ആവോ ദൈവത്തിന് അറിയാൻ പാടുള്ളൂ. എന്നാലും ഞാൻ പറയട്ടെ, ഈ അടങ്ങി ഒതുങ്ങി മൈഗ്രെയിൻ ആയിട്ട് എവിടെയും കിടക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ദയവ് ചെയ്ത് വെറുതെ വിട്ടേക്കുക. സ്വസ്ഥമായിട്ട് കിടക്കെങ്കിലും ചെയ്യട്ടെ എന്ന് വിചാരിച്ചാൽ മതി. ഈ പുച്ഛിക്കുന്ന ആൾക്കാരില്ലേ, ഞാൻ പറയാം, ഒരു ദിവസം പോലും ഈ മൈഗ്രെയിൻ സഹിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയ്ക്ക് പ്രശ്നമായിരിക്കും, അത്രയ്ക്ക് പ്രശ്നം. ഭക്ഷണം കഴിക്കാൻ പറ്റില്ല മര്യാദയ്ക്ക്, ഉറങ്ങാൻ വരില്ല, ഉറക്കം വരില്ല, ഉറങ്ങാൻ പറ്റൂല. പിന്നെ എന്താ പറയാ, നല്ല വെളിച്ചത്തിലേക്ക് നോക്കാൻ പറ്റില്ല, വെയിലത്തിറങ്ങി നടക്കാൻ പറ്റില്ല, മുടി ടൈറ്റ് ചെയ്ത് കെട്ടാൻ പറ്റില്ല. മഴ കൊണ്ടാ പ്രശ്നം, വെയിൽ കൊണ്ടാ പ്രശ്നം, സൗണ്ട് കേട്ടാ പ്രശ്നം, ദൂരത്ത് പോയാ പ്രശ്നം, AC-യിലെ കാറിനകത്ത് അങ്ങനെയൊക്കെ കയറിയ സ്മെല്ലിന്റെ പ്രശ്നം. എന്ന് ഒന്നും വേണ്ട, എന്ത് ചെയ്താലും പ്രശ്നമായിരിക്കും. ഒരു ദിവസം ഒന്ന് എല്ലാം ഒന്ന് അടിച്ചു വാരി തുടയ്ക്കാന്ന് വെച്ചാൽ കുറച്ചൊന്ന് സ്ട്രെസ്സായി ആ പൊടിയൊക്കെ അടിച്ച് ഈ വെളിച്ചമൊക്കെ തട്ടുമ്പോഴേക്ക് എന്നെ പ്രശ്നം വരും. പുറത്തോട്ടൊന്ന് ഇറങ്ങി മുറ്റൊക്കെ ഒന്ന് അടിച്ചു വരാന്ന് വെച്ചാൽ അപ്പോഴേക്കും ചെറിയൊരു ലൈറ്റ് അല്ലെ ഒരു വെയിലുള്ള ടൈം ആയാൽ മതി, തുടങ്ങും. ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ ഒരു പ്രതിമ വെച്ച പോലെ ഒരിടത്ത് ഇരിക്കുന്നവർക്കാണെങ്കിൽ കുഴപ്പമില്ല. എനിക്ക് ഈ പണ്ടാരം കൊണ്ട് സത്യം എനിക്ക് ചില സമയത്ത് തോന്നും തല തച്ചങ്ങ് പൊളിച്ചാലോ എന്ന്. അത്രയെങ്കിലും സ്വൈര്യം കിട്ടുമല്ലോ എന്ന് അങ്ങനെ വരെ ചിന്തിച്ചു പോകും. അമ്മാതിരി വേദനയാണ്. ദയവ് ചെയ്ത് മനസ്സിലാക്കിയില്ലെങ്കിലും പുച്ഛിക്കരുത് പ്ലീസ്.